ഹലോ ഗൈസ്, നമ്മുടെ വയനാടൻ വ്ളോഗ്. ഇതാണ് ഹോം സ്റ്റേ. കിൻഡർ വയനാട് ഹോം സ്റ്റേ. 4 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, 3 ടോയ്ലറ്റ്, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും കൂടിയ ഒരു വീട് തന്നെയാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ. അതുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് താമസിച്ചിട്ട് നമുക്ക് കാഴ്ച കണ്ട് തിരിച്ചു പോകാം. ഓക്കെ, കണ്ടോ, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇത് അമ്പലവയലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഉള്ളിലോട്ടാണ്. പക്ഷെ നമ്മൾ സീനറി കണ്ട് സുഖമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കാമല്ലോ. നമ്മുടെ വീട് വിറ്റ ഒരു പ്രതീതിയും ഉണ്ടാകില്ല. അപ്പൊ നോക്കൂ, കാരണം കൂടാതെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം ചായ ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനോ ഒക്കെ ഉള്ള സജ്ജീകരണങ്ങളും ഫ്രിഡ്ജ് കാര്യങ്ങളും എല്ലാം സെറ്റപ്പുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഫ്രഷായി ഞങ്ങൾ കുറുവ ബീച്ച് കാണാൻ പോയി, കുറുവ ദ്വീപ് കാണാൻ പോവാണ്. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാനൊന്നും പറ്റിയില്ല. 4:30 അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. എന്നാലും പോയി ജസ്റ്റ് അതിൻ്റെ പഠിക്കൽ കണ്ടിട്ട് പോകുന്നത് തന്നെ പറയാം. അപ്പോൾ പോകുന്ന വഴി ഫുൾ ഫോറസ്റ്റാണ്. രാത്രിയായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വന്യജീവികൾ ഇറങ്ങി നമ്മളെ അങ്ങ് ആക്രമിക്കും. അതുകൊണ്ട് നമുക്ക് സുരക്ഷിതം വേണമല്ലോ. അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് വേഗം വന്നു. അതുകൊണ്ടാണ് അവിടെ വേഗം അടയ്ക്കുന്നത് കേട്ടോ. കാരണം രാത്രിയായ ആന, പുലി എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഭീഷണിയല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ജസ്റ്റ് അപ്പം കാറോടിക്കും. അവിടെ നിന്ന് ചേക്കടി പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി ചായയൊക്കെ കുടിച്ച് ചുമ്മാ കഴിഞ്ഞിപ്പോകും. ചേക്കാടി പാലം. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് വീണ്ടും വന്നു, പുറത്ത് കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ സൂചിപ്പാറയിലേക്കാണ് പോണത്. ഫോട്ടോ എടുക്കാം. ഇതൊക്കെ പ്രൈവറ്റ് ആണ്. ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ടാക്സി. ഇതാണ് സൂചിപ്പാറ. അവിടെ നമ്മൾ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. കുറച്ച് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കുറച്ചൊരു 1 കിലോമീറ്ററൊക്കെ നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് പോകാം. പക്ഷെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു തണുപ്പുള്ള സ്ഥലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നടന്നു പോകാം. വണ്ടി പാർക്കിങ് ചെയ്തിട്ട് നടന്നു പോയി കഴിഞ്ഞിട്ടാണ് എന്തപ്പം ഞാൻ വെള്ളച്ചാട്ടം, അവിടെ വാട്ടർഫാൾസാണ് ഉള്ളത്. സൂചിപ്പാറ വാട്ടർഫാൾസ്. നാളെ വരണോ? 4-6 മണിക്കൂടെ എത്തണം. നല്ല സ്ഥലമാണ് കേട്ടോ. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം അവർ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ വിടുള്ളൂ. അവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല. നമ്മളെ ബാഗും എല്ലാം ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. മനോഹരമായ വാട്ടർഫാൾസ് കണ്ടോ. എന്തായാലേ അത് കണ്ടു നിന്ന് കഴിഞ്ഞാൽ നേരം പോണതറിയില്ല. പിന്നെ ഇറങ്ങി കുളിക്കുന്നവർക്ക് കുളിക്കാം. പക്ഷെ ഞങ്ങൾ കുളിക്കാനൊന്നും പോയില്ല. ജസ്റ്റ് കാഴ്ചയും കണ്ട് ഫോട്ടോ എടുത്ത് പോരുകയായിരുന്നു.
അവിടെ നിന്ന് പോയത് പിന്നെ കാണാൻ കേട്ടോ 900 ബ്രിഡ്ജ് കാണാൻ പോയത്. അതൊരു 7 കിലോമീറ്റർ ദൂരെ പോകണം. ഫുൾ ഓഫ് റോഡാണ്. അത് 1.5 പോക്കാണ്. അത് നമ്മളുടെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. ജീപ്പ് ആയിട്ടുണ്ട്. ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. അവർ തന്നെ കൊണ്ടുപോയി കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അതായത് അവിടെ കുറേ ഐറ്റംസ് ഗെയിംസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി പോവുകയാണെ. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല തിരക്കില്ല. എങ്കിൽ പോലും അതിങ്ങനെ ആടുന്നുണ്ടോ തോന്നി. ഭയങ്കര പേടിയായിരുന്നു. കണ്ടോ, ഫുൾ സീന് കാണാം അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. നോക്കൂ, ഇത് 46-12 ഫീറ്റിലാണ്, സീ ലെവലിലാണ് ഹയസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് അറ്റ് വയനാട്. നല്ലൊരു സീനറി ആയിരുന്നു അത്. കാറ്റടിക്കുന്നുണ്ട്. അവര് പോട്ടെ, എന്റെ പൊന്നോ, മാറുന്നില്ല. എത്ര നേരമാ? ചെല്ല് ചെല്ല്. അതുണ്ട് ഇതുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാനും സീനറി കാണാനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലാസ് ബ്രിഡ്ജാണ്, സീ ലെവലിലാണ്. അത്രയും ഉയരത്തില്ല. താഴത്തേക്കൊന്ന് വീട് കഴിഞ്ഞാൽ കട്ടപ്പൊക്ക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രയും ഉയരത്തിലായിരുന്നു അത്. പക്ഷെ പേടിയാവും നമുക്ക്. എന്നാലും നമുക്ക് കയറണം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് അതിൻ്റെ അങ്ങനെ ഓരോരോ ഫുൾ സീനറി സീൻ തന്നെയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ ഉയരത്തിലിങ്ങനെ അതും കുറേ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്നും സീനറി കാണാം, ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞ് താഴത്ത് സ്ലിപ്പ് ലൈൻ അതുണ്ട്. പിന്നെ ഊഞ്ഞാലിടുന്നവർക്ക് ഊഞ്ഞാലിടാം. അതിനൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തവർക്ക് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പ് ലൈനൊന്നും ഞാൻ കയറിയില്ല. മോളും മോനൊക്കെ കയറി. അവർക്കതൊരു ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ കാഴ്ച കാണാം. നല്ല വ്യൂ ആയിരുന്നു. ഞാനപ്പോൾ നമുക്ക് കാശ് എടുക്കാത്തൊരു ഊഞ്ഞാലങ്ങനെ വേണ്ടി, അതാണ് നമുക്ക് നല്ലത്. മറ്റേത് എനിക്ക് പേടിയാണ്. ഇതാണ് സ്ലിപ്പ് ലൈൻ. കണ്ടോ, ഇവിടെ നമ്മൾ ഓടുക, അവിടെ നിന്ന് ഇങ്ങോട്ടും പോരുക. ദൈവമേ, എനിക്ക് കണ്ടായ പേടിയാ. അത് ഞാൻ കയറാൻ പോയില്ല കേട്ടോ. പോകുന്നുണ്ടോ? ആൾക്കാർ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് തന്നെ പോരണം. ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.
കൂടുതൽ കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്താവും. അപ്പോൾ ഓക്കെ, ബൈ, സി യു.